സങ്കീർത്തനം 3 എടുക്കാമോ? 3-ാമത്തെ സങ്കീർത്തനം, സങ്കീർത്തനം 3, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. ബൈബിളിൽ നോക്കി വായിക്കുക. എന്നെ നോക്കി വായിച്ചാൽ കഷ്ടപ്പാടാവുള്ളൂ. ബൈബിള് കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഉറക്കെ വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ലെന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. ശ്രദ്ധിച്ചേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ചിലപ്പോൾ നമുക്കൊരു സങ്കടം തന്ന വ്യക്തിയായിരിക്കാം, നമ്മുടെ ഒരു കഴിഞ്ഞ കാലം നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്നുണ്ടാകാം. നാളെ നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുടെ ഭയം നമുക്കൊരു ശത്രുവായിരിക്കാം. പിശാച് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ചില ദുശീലങ്ങൾ നമ്മുടെ ശത്രുവാണ്. ഒറ്റപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ, നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ചതിക്കുഴികൾ എല്ലാം നമ്മുടെ ശത്രുക്കളാണോ? ഈ ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് നിന്നെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തതെല്ലാം നിന്റെ ശത്രുവാണോ? നിന്റെ സ്വസ്ഥമായ ജീവിതം, നിന്റെ നല്ല ചിന്തകൾ, നിന്റെ സമാധാനത്തെ കെടുത്തുന്നതെല്ലാം നിന്റെ എനിമീസാണ്, നിന്റെ ശത്രുവാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് എന്ന് പറഞ്ഞാൽ സത്യമാണോ? എഴുതി വെക്കേണ്ടി വരും, ഒരു നോട്ട് ബുക്ക് നിറച്ച്. ഒത്തിരി മനുഷ്യരെ ഒന്നൊക്കെ മാറ്റി നിർത്തിക്കോ. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ സങ്കടപ്പെടുത്തിയവർ, നിങ്ങൾക്ക് മുറിവ് തന്നവരെല്ലാം, അവരെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞു, നിങ്ങളുടെ സമാധാനം കെടുത്തിക്കളഞ്ഞു. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ഇനി അതിനെക്കാട്ടും വലിയൊരു പ്രശ്നമുണ്ട്. ഈ ശത്രുക്കൾ ഏറിയാലും, സങ്കടം വന്നാലും, രോഗം വന്നാലും, വേദനകൾ വന്നാലും നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്താണ്? കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആണോ? എന്നാ വന്നാലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ചില സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചതിക്കുഴികളുണ്ട്, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്, കണ്ണുനീര് കൊണ്ട് തലയണ നനച്ച രാത്രികൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. എങ്കിലും പിറ്റേ ദിവസം നമ്മൾ എഴുന്നേക്കും ഒറ്റ ബോധത്തിലാണ്, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെയാണ് ഒരു പ്രശ്നം നിൽക്കുക. സങ്കീർത്തനത്തിൻ്റെ തൊട്ടടുത്ത വാക്കിങ്ങനെയാണ്, ദൈവം പോലും അവനെ സഹായിക്കില്ലെന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്നു. 2-ാമത്തെ വാക്യം വായിച്ചേ. ദൈവം അവനെ സഹായിക്കില്ലെന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. ചിലപ്പോൾ നിങ്ങളോട് അതാരും പറഞ്ഞിട്ടുണ്ടാവില്ല, നിന്നെ ദൈവം പോലും കൈവിട്ടു എന്ന്. പക്ഷെ ഒരാൾ നിന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ആരാണ്? ദൈവം പോലും നിന്നെ സഹായിക്കില്ലെന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആരാ? ചാത്താനൊന്നുമല്ല, പോടും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാൾ നിങ്ങൾ തന്നെ ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകല എണ്ണോ അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ദൈവം പോലും എന്നെ സഹായിക്കില്ല. ആരും പറഞ്ഞില്ല, ഭാര്യയോ ഭർത്താവോ കൂടെയുള്ളവരോ സുഹൃത്തുക്കളോ എല്ലാവരും പറഞ്ഞു ദൈവം സഹായിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ സൈലൻസ് ആക്കാൻ ശ്രമിക്കുന്ന ആ എൻ്റെ ഉള്ളിലുള്ള ആ വ്യക്തി എന്നോട് പറയാണ്, ദൈവം പോലും നിന്നെ സഹായിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴെങ്കിലുമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോയിട്ടൊന്ന് കുമ്പസാരിച്ചേക്കണം കേട്ടോ. ദൈവം നിന്നെ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ ഈ വ്യാഖ്യാനം കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പം കിട്ടിയ വ്യാഖ്യാനമാണ്, തെറ്റാണെങ്കിൽ ഇപ്പം തിരുത്തിക്കോ. 1-ാം പ്രമാണത്തിനെതിരെയുള്ള ലംഘനമാണ് ദൈവം എന്നെ സഹായിക്കില്ല എന്ന് പറയുന്നത്. അതെന്താണെന്ന് അങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോണം. ചില സമയത്ത് ചിലതൊക്കെ അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൂതായിട്ട് ഏറ്റെടുത്തോണം. ദൈവം എന്നെ സഹായിക്കില്ല എന്ന് പറയുന്നത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ്. ആണോ? ആ ദൈവം പറഞ്ഞ കൽപ്പനയാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാവരുത്. എന്ന് വെച്ചാൽ ഈ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവം എന്നെ സഹായിക്കില്ല എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കിട്ടുന്നുണ്ടോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകൈ ശക്തിയോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചേക്കണം, എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, ജസ്റ്റ് ഒന്ന് പുറകോട്ട് മറിച്ചാൽ മതി. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാമോ? ഉറക്കെ വായിക്കാം. ജോബ് 42, 1-2. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു വിശ്വാസം അതാണ്. ആരും ചുറ്റും നിൽക്കുന്ന സകലരും പറയാണ്, ദൈവം നിന്നെ സഹായിക്കില്ല, ദൈവം നിന്നെ കൈവിട്ടു. ഉള്ളിൽ നിന്ന് ഞാൻ അടക്കി നിർത്താൻ ശ്രമിക്കുന്ന ആ മനുഷ്യൻ, എൻ്റെ ഉള്ളിലെ ചിന്ത പോലും എന്നോട് പറയുന്നുണ്ട്, ദൈവം എന്നെ സഹായിക്കില്ല, ദൈവം പോലും എന്നെ കൈവിട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അങ്ങനെ ആര് പറഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ബോധം വന്നാലും, ജോബിനോട് ചേർന്ന് നിങ്ങൾ കർത്താവിനോട് ആ വിശ്വാസം പ്രഖ്യാപിച്ചേക്കണം, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ അൺടു യു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി പറഞ്ഞേ, എൻ്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഇവിടെ തട്ടിയിട്ടുണ്ട്. കർത്താവ് വേറെ എവിടെ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ഒച്ചതി പറ, എൻ്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ കയ്യെപ്പിടി പറ, നമ്മുടെ കർത്താവിന് എല്ലാം സാധ്യമാണ്. കൈയൊക്കെ കൊടുക്ക്. നിങ്ങളിങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരിക്കരുത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അനുസരിക്കുമ്പോൾ വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങളോട് താഴെ മിറ്റിലേൽ അരമണിക്കൂർ നിൽക്കാൻ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അച്ഛൻ ഈ ചെറിയ സ്റ്റെപ്പൊന്നും പറയാണ്ട് ഇച്ചിരി ഭയങ്കര സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ അനുഗ്രഹം കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നതല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പിന്നെ മിറ്റിലെ മുട്ടുകുത്തി നിൽക്കണം എന്ന ആഗ്രഹമുള്ളവർ നിന്നോട്ടോ, അതൊരു പരിഹാരക്രിയയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 3 തിരിച്ചു വരിക. ദൈവം എന്നെ അവനെ സഹായിക്കില്ലെന്ന് പലരും എന്നെക്കുറിച്ച് പറഞ്ഞു, എന്നാൽ ഞാൻ എന്താണ് പറയുക? ഉറക്കെ അത് വായിച്ചോ. 3-ാമത്തെ വാക്യം, കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. എന്തൊരു പവർഫുൾ വചനാണത്. കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചം, എൻ്റെ മഹത്വം, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ നോക്കി പറയണം. നിങ്ങളെ തളർത്തി കളഞ്ഞവരെ നോക്കി പറയണം. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെ നോക്കി പറയണം. നിങ്ങളെ ചതിച്ചവരെ നോക്കി പറയണം. നിങ്ങളെ നാണം കെടുത്തിയവരെ നോക്കി പറയണം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, ശുശ്രൂഷ ചെയ്യുന്നിടത്ത് തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ ആരെങ്കിലും, മനുഷ്യനോ സാഹചര്യമോ സാത്താനോ, നിങ്ങളെ തല താഴ്ത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ, ആ കഴിഞ്ഞ കാലത്തെ നിങ്ങൾ നോക്കി പറയണം, എൻ്റെ രക്ഷാദുർഗം, എൻ്റെ ദൈവം, എൻ്റെ ശിരസ്സുയർത്തിപ്പിടിച്ച് നിർത്തുന്നത് എൻ്റെ കർത്താവാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് ഉള്ളിലോട്ട് നിറഞ്ഞിട്ട് നെഞ്ചും വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ കണ്ണിൽ നോക്കി നിങ്ങൾ നടന്നോണം. പ്രത്യേകിച്ച് 3 ദിവസം ഇവിടെ നിന്ന് പ്രാക്ടീസ് എടുക്കണം. ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു 45-50 പേര് ധ്യാനിക്കുന്നുണ്ട്. ഒരാളെയും പോയിട്ട് ഇങ്ങനെ നോക്കരുത്. എല്ലാവരുടെയും കണ്ണി നോക്കി നടന്നോണം. വർത്താനം ഒന്നും പറയാൻ പോരുത് കേട്ടോ. പിന്നെ നോട്ടം ഇങ്ങനെ ഇമ്മൊന്നും നോക്കരുത്. അവർ ഇച്ചിരി ആശ്വാസം തേടിയിട്ടായിരിക്കും ധ്യാനകേന്ദ്രത്തിൽ വന്നത്. നിങ്ങൾ നോക്കി പേടിപ്പിക്കരുത്. ഞാൻ പറയുന്നതിൻ്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ എവിടെ എത്തുകയില്ലെന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ, നിങ്ങളൊന്നും ആവില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ, നിങ്ങളെ കരയിപ്പിച്ച ആളുകളുടെ മുമ്പിൽ ഒറ്റ ബോധത്തോടെ വേണം നിങ്ങൾ നിൽക്കാൻ. എൻ്റെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിർത്തുന്നത് എൻ്റെ കർത്താവാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ കാലങ്ങൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ എണ്ണത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ദുശീലം കാരണം തലതാണ് പോയവരുണ്ട്. ദുശീലം കാരണം തലതാണ് പോയത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് അറിയാം, കർത്താവിനും അറിയാം, എനിക്ക് പോലും അറിയത്തില്ല അതെന്നാ ദുശീലം. പക്ഷെ നിങ്ങൾ ആവർത്തിച്ച് ചെയ്ത ചില പാപങ്ങൾ കാരണം, നിങ്ങൾ ആവർത്തിച്ച് വീണുപോയ ചില അബദ്ധങ്ങളുടെ കുഴി കാരണം തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒതുങ്ങിക്കൂടി ഒരു പുഴുക്കുത്ത് ജീവിതം പോലെ ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യർ. പാപങ്ങൾ മൂലം ശിരസ് താണുപോയവരുണ്ട്. സങ്കടങ്ങൾ കാരണം ശിരസ് താണുപോയവരുണ്ട്. മനുഷ്യരേൽപ്പിച്ച ചില പീഡനങ്ങൾ കാരണം ശിരസ് താണുപോയവരുണ്ട്. ഈ ധ്യാനത്തിന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അടുത്തുണ്ട്, അവൻ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ തല ഉയർത്തിപ്പിടിച്ച് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് തോറ്റുപോയവരിവിടെ ധ്യാനം കൂടിയിട്ടുണ്ട്. പ്രണയ നൈരാശ്യം വന്നവരിവിടെ ധ്യാനം കൂടിയിട്ടുണ്ട്. ആത്മഹത്യ തീരുമാനിച്ച് അതിനു മുമ്പ് ഒരു ധ്യാനം കൂടണമെന്ന് തീരുമാനിച്ചവരുടെ ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതം, അവർ തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചു പോകുന്നതാണ്. തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചു പോകുന്നതാണ്. വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരൊറ്റ അത്ഭുതം ഞാൻ കണ്ടു. കർത്താവ് കൂടെ ഉണ്ടെന്ന് നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തട്ടെ. കടം മാറി എന്നുള്ള സാക്ഷ്യം ഞാൻ കുറച്ചേ കേട്ടിട്ടുള്ളൂ. രോഗം മാറി എന്നുള്ള സാക്ഷ്യം ഞാൻ കുറച്ചേ കേട്ടിട്ടുള്ളൂ. പരീക്ഷ ജയിച്ചു എന്നുള്ള സാക്ഷിയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ട ഏറ്റവും വലിയ സാക്ഷ്യം കർത്താവിൻ്റെ കൂടെ ഉണ്ട് അച്ചാന്നാണ്. ഞാൻ ഇവിടെ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യത്തിനുള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധത്തെ ഇറങ്ങിപ്പോകണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്താന്ന് പറയുന്നതെന്നറിയോ? ഞാൻ പൂർണ്ണമായ ബോധത്തോടു കൂടി അത് പറയണം. ഈ ധ്യാനം കൂടി നിങ്ങളുടെ കടം മാറിയാൽ നാളെ ഒരു കടം വരും.
ഈ ധ്യാനം കൂടി നിങ്ങളുടെ രോഗം മാറിയാൽ നാളെ മറ്റൊരു രോഗം വന്നേക്കാം. വരില്ലേ? ഇല്ലേ? വരും. പക്ഷെ നിങ്ങൾക്ക് കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധം കിട്ടിയാൽ രോഗം വന്നാലും കടം വന്നാലും പരാജയം വന്നാലും നിങ്ങൾ ശിരസ്സ് ഉയർത്തി പിടിച്ച് നിൽക്കും. തോറ്റു കൊടുക്കില്ല. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി ശക്തിയോട് പറ ഹല്ലേലൂയ. സങ്കീർത്തനം 3 ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. ഒരുമിച്ച് വായിച്ചേ, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. തൊട്ടടുത്ത വാക്യം ഓർക്ക വായിക്കാം. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. വായിച്ചോ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഒരു ടെൻഷൻ ഫ്രീ ലൈഫിനുള്ള മരുന്നാണത്. നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാനും പറ്റുന്നില്ല, മര്യാദയ്ക്ക് എഴുന്നേക്കാനും പറ്റുന്നില്ല. ഒറ്റ കാര്യമാണ്, കർത്താവിൻ്റെ കരങ്ങളിലാണെന്നുള്ള ബോധം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. അവൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഉള്ളിലേക്കൊന്ന് ആർജിച്ചെടുക്കണം. എൻ്റെ കർത്താവ് എന്നെ നോക്കി ഉണർന്നിരിപ്പുണ്ട്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും. ശക്തിയോടെ പറ ഹല്ലേലൂയ. 121 സങ്കീർത്തനം എടുക്കാമോ? 127 സങ്കീർത്തനം വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ പാടില്ലാത്തൊരു സങ്കീർത്തനമാണ്. പഠിക്കുന്ന കുട്ടികൾ വായിക്കരുത്. 127 സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യം വായിക്കാമോ? 127:2. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് ചെയ്യുന്നു. മക്കളെ സങ്കീർത്തനം വായിച്ചു കളഞ്ഞ കേട്ടോ. അമ്മയൊക്കെ പഠിക്കാൻ പറയുമ്പോഴത്തേനും നേരത്തെ എഴുന്നേൽക്കുന്നതും വൈകി കിടക്കുന്നതും ഒക്കെ വെറുതെയാണ്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു. നോ, കർത്താവ് ഭയങ്കര കുസൃതിയാണ്. നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സോ അതിൻ്റെ ഒരു അർത്ഥം ഇതാണ്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം കർത്താവിന് പ്രവർത്തിക്കാൻ. നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ പല പ്രശ്നങ്ങളെയും, ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ നമ്മൾ വലുതാക്കിയിട്ടുണ്ട്. സത്യമാണോ? നമ്മളിതിനെ ആലോചിച്ച് വലുതാക്കിയിട്ടുണ്ട്. കർത്താവ് നമ്മളോട് പറയാണ്, ശാന്തമാവുക, ശാന്തമായിട്ട് ഉറങ്ങുക, ധൈര്യത്തോടെ എഴുന്നേൽക്കുക, കാരണം നീ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 3 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം വായിച്ചോ. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടു, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. 6 വാക്യം എന്താ പറയണേ? അസംഖ്യമായിരിക്കും, എങ്കിലും എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ഒരു ധൈര്യം വേണം. നിങ്ങൾക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന ശത്രുക്കൾ അസംഖ്യമാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിനറിയാം, നിങ്ങളെ ദൈവം സഹായിക്കില്ലെന്ന് ലോകം പറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്നു. പക്ഷെ നിങ്ങളൊരു വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ദൈവം എൻ്റെ ശക്തിദുർഗമാണ്, അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. ആ ദൈവം എല്ലാം ചെയ്യുന്നത് കൊണ്ട് അവനിൽ ആശ്രയിച്ച് ഞാൻ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. എൻ്റെ ശത്രുക്കൾ അവിടെ നിപ്പുണ്ടെങ്കിലും ആ 10,000 ഞാൻ ഭയപ്പെടില്ല, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആരുടെ കരങ്ങളിലാണ്? കർത്താവിൻ്റെ കരങ്ങൾ. ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ. ഞാൻ ഇപ്പോൾ മിനിങ്ങാന്ന് ഞാൻ പുറത്ത് മെജുഗോറിയിൽ നിന്ന് വന്നോളൂ. മെജുഗോറി അറിയോ? മെജുഗോറി എവിടെയോ ആണ്. ബോസ്നിയ എന്ന് പറഞ്ഞ ഭയങ്കര ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യം. അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ഇപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ട ഒത്തിരി മെസ്സേജുകൾ കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പം എനിക്കൊരു വലിയൊരു അനുഗ്രഹം ഉണ്ടായി. വൈദികർക്ക് വേണ്ടി മെസ്സേജ് കൊടുക്കുന്ന ഒരാളുണ്ട്. അന്ന് ഈ മാതാവ് മെസ്സേജ് കൊടുത്ത എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അല്ല, ഒരാൾ ഇവാൻ എന്ന പേരിൽ ഒരാളോടാണ് വൈദികർക്ക് വേണ്ടിയിട്ട് മെസ്സേജ് കൊടുക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാനൊക്കെ ഒരു വലിയൊരു അനുഗ്രഹം കിട്ടി. മെസ്സേജ് എന്നാണെന്നറിയണോ? പാവച്ചൻ 3 കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. 4-മത് ആവർത്തിച്ച് പറഞ്ഞു. 3 കാര്യങ്ങൾ. പ്രേ പ്രേ പ്രേ. 4-മത് എടുത്ത് പറഞ്ഞു, പ്രേ വിത്ത് മീ. പരിശുദ്ധ അമ്മ തന്ന സന്ദേശം, പ്രേ 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 വിത്ത് മീ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, 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 എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവത്തെ, നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ. അതിനേറ്റവും ആവശ്യം, ഇപ്പം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്നോട് ഇവിടെ വന്ന് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഈശോയ്ക്ക് എന്നോട് ഇവിടെ വന്ന് സംസാരിക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിരിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നേ കർത്താവ് ചില സമയത്ത് സംസാരിക്കുള്ളൂ. എവിടെയും സംസാരിക്കാം. നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ കാണുന്നുണ്ട്, ഒരു നദീതീരത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന എസെക്കിയേലിനോട് കർത്താവ് സംസാരിക്കുകയാണ്.
നമ്മൾ പുതിയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. യോഹന്നാൻ ഒരു ഗുഹയിലിരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പത്രോസ്ലീഹ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവം സംസാരിക്കുകയാണ്. കർത്താവിന് എവിടെയും സംസാരിക്കാം, പക്ഷേ അങ്ങനെ എവിടെയും സംസാരിക്കാമായിരുന്നിട്ടും കർത്താവ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇവിടെ വെച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയാൻ. ഈ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം നമുക്ക് ഏറ്റുപറയാൻ പറ്റണം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാവോ? പുറപ്പാട് പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഉറക്കെ ഉച്ചത്തിൽ വായിച്ചു. പുറപ്പാട് 2:23. കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. സങ്കീർത്തനം 3 നമ്മളിപ്പോൾ വായിച്ചു. ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു, കർത്താവ് ഉയരങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന കേട്ടു. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു സമയത്ത് അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. എങ്ങനെ നിലവിളിച്ചു? നിലവിളിക്കാൻ അറിയോ? ഇപ്പം വേണ്ട, നെടുവീർപ്പിടാൻ അറിയോ? അറിയത്തില്ലേ? ഇങ്ങനെയാണ്. നമ്മൾ ഒത്തിരി തവണ നെടുവീർപ്പിട്ട് നിലവിളിച്ചിട്ടുണ്ട്. ഈ ജനം, ദൈവത്തിൻ്റെ സ്വന്തമായ ജനം, ഒരു പ്രശ്നം വന്നപ്പോൾ അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. കർത്താവ് അവരുടെ നിലവിളി കേട്ടു. ഈ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം ഇസ്രായേൽ സമൂഹത്തെ ബാധിച്ചിരുന്ന ഒരു കാലത്താണ് ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന് അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. കർത്താവ് അവരുടെ സ്വരം കേട്ടു. ആ സ്വരത്തിന് ഉത്തരമായി ദൈവം മോശയെ അയച്ചു. ആ മോശയെ അയക്കുന്ന സമയത്ത് ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങളിത് ഇസ്രായേലിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്, അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. 3-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. 3-ാമത്തെ അധ്യായം 7-8. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. നിങ്ങൾ ബൈബിളിൽ അടയാളപ്പെടുത്തുന്ന ശീലം ഉണ്ടെങ്കിൽ അടയാളപ്പെടുത്തി ഇട്ടേക്കുക, ഇല്ലെങ്കിൽ എഴുതി വെച്ചേക്കുക. 3 കാര്യങ്ങളാണ് കർത്താവ് തിരിച്ചറിഞ്ഞത്. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ഐ ഹാവ് സീൻ യുവർ പെയിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈശോ നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഹൃദയത്തിൽ ഏറ്റെടുക്കുക. നിന്റെ ക്ലേശങ്ങൾ ഞാൻ കാണുന്നുണ്ട്. നിന്റെ ക്ലേശങ്ങൾ ഞാൻ കാണുന്നുണ്ട്. തൊട്ടടുത്ത വാക്യം, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. നിന്റെ കരച്ചിൽ അവൻ കേൾക്കുന്നുണ്ട്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. 3-ാമത്തത്, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അവൻ കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. എൻ്റെ ദൈവം എൻ്റെ വേദനകൾ കാണുന്നുണ്ട്, എൻ്റെ രോദനങ്ങൾ കേൾക്കുന്നുണ്ട്, എൻ്റെ യാതനകൾ, ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 10:14 ഒന്ന് എടുക്കാവോ? പുറപ്പാടിലേക്ക് തിരിച്ചു വരണം. സങ്കീർത്തനം 10:14. 10-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചോ? കിട്ടിയോ? ചാടി എടുക്ക്. സങ്കീർത്തനം 10:14 വായിച്ചേ. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അവിടുന്ന് കാണുന്നുണ്ട്, അതെല്ലാം അവൻ ഏറ്റെടുക്കും. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്, അവൻ എൻ്റെ വേദനകൾ കാണുന്നു, എൻ്റെ ക്ലേശങ്ങൾ കാണുന്നു, എൻ്റെ രോദനം അവൻ കേൾക്കുന്നു, എൻ്റെ യാതനകൾ അവൻ അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ മുറുകെ പിടിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം ഈ മോശയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് കൊടുക്കുകയാണ്. എൻ്റെ വേദനകൾ കാണുന്ന, എൻ്റെ രോദനങ്ങൾ കേൾക്കുന്ന, എൻ്റെ യാതനകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവരെ മോചിപ്പിക്കാനും അവരെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിക്കാനും ഞാൻ ഇറങ്ങി വരും. അവരെ മോചിപ്പിക്കാൻ, അവരെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിക്കാൻ. കർത്താവ് നമ്മുടെ 3 സങ്കടങ്ങൾ കാണുന്നുണ്ട്. ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം എന്നെയും നിങ്ങളെ മോചിപ്പിക്കാൻ,
പുതിയൊരു ദേശത്തേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കാൻ അവൻ ഇറങ്ങി വരുന്നുണ്ട്. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കണം. എൻ്റെ യാതനകൾ കാണുന്ന, എൻ്റെ വേദനകൾ അറിയുന്ന, എൻ്റെ കണ്ണുനീര് കാണുന്ന എൻ്റെ കർത്താവ് ഇറങ്ങി വരും, എന്നെ മോചിപ്പിക്കും, അവൻ എന്നെ നയിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരാജയത്തിൽ നിന്ന്, നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന്, നിങ്ങളുടെ കഴിഞ്ഞൊരു കെട്ടകാലത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ അവൻ ഇറങ്ങി വരുന്നുണ്ട്. അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞു. ശക്തിയോടെ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ ബോധ്യം ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് മോശയോട് കർത്താവ് കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. 3-ാം അധ്യായം 12-ാം വാക്യം ഉറക്കെ വായിക്കാവോ? 3-ാമത്തെ അധ്യായം 12-ാം വാക്യം. അവിടെ നരളി ചെയ്തു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയാൽ, ആരും സഹായിക്കാനില്ലെന്ന് തോന്നിയാൽ, മുൻപിലുള്ളൊരു പ്രതിസന്ധി ഇത്രയും വലുതാണെന്ന് തോന്നിയാൽ, ഇത്രയും കാലം പരിശ്രമിച്ചിട്ട് ഇതിനൊരു റിസൾട്ട് വന്നില്ല എന്ന് തോന്നി നിങ്ങൾ സങ്കടപ്പെട്ടാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കർത്താവ് തരുന്ന വാഗ്ദാനം ഒറ്റ വാഗ്ദാനമാണ്. ആൻഡ് ദാറ്റ്സ് എ ഫൗണ്ടേഷൻ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. മോശയ്ക്ക് വലിയൊരു ദൗത്യം പൂർത്തിയാക്കാൻ, വലിയൊരു കാര്യം മുമ്പിലുള്ളത്, അതിൻ്റെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത്, ഭയത്തെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി കിട്ടിയ ഒരു എനർജി ബൂസ്റ്റർ അവിടെയായിരുന്നു. കർത്താവ് നിന്റെ കൂടെയുണ്ട്. മോശ ഈ ദൗത്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം കർത്താവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്താണ് തിരിച്ചു ചോദിക്കണേ? ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. നാട്ടുകാരോട് പോയിട്ട് എന്നാ പറയും? ആരാ അയച്ചെന്ന് ചോദിച്ചാൽ എന്നാ പറയും? പേര് പറയാൻ പറഞ്ഞു. കർത്താവ് എന്നാ പറഞ്ഞു? അങ്ങനെ ഇപ്പം അറിയേണ്ടതാണ്. അങ്ങനെയാണ് ഒറ്റ കാര്യം പറഞ്ഞത്, ഞാൻ ആകുന്നവൻ ആകുന്നു. ഐ ആം ഹൂ ഐ ആം. അതൊരു പേര് മാത്രമല്ല, ഇന്ന് ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നതാണ്. അന്ന് മോശയോട് പറഞ്ഞെങ്കിൽ അത് അന്ന് പറഞ്ഞതല്ല. ഞാൻ ആകുന്നവനാകുന്നു. നിന്നോടും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. കിട്ടുന്നുണ്ടോ? അത് പണ്ട് ആരാണ്ടോടോ പറഞ്ഞതല്ല, ബൈബിളിലെ കുറേ കഥാപാത്രങ്ങളോട് പറഞ്ഞല്ല. ആ ദൈവം പഴയ കാലത്തോ ഇന്ന് നാളെ എന്നൊരു സമയവ്യത്യാസത്തിൽ സമയബന്ധിതമായി ഉള്ള ഒരു ദൈവമല്ല. അവൻ ആകുന്നവൻ ആകുന്നു. ഹി ഈസ്. അവൻ്റെ പാസ്റ്റ് ഫ്യൂച്ചർ അല്ല, ഹി ഈസ്. ഞാൻ ആകുന്നവൻ ആകുന്നു. ഐ ആം. അന്ന് മോശയോട് പറഞ്ഞ കർത്താവ് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നതാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ സങ്കടങ്ങൾക്കിടയിൽ, നമ്മുടെ നിലവിളികൾക്കിടയിൽ കർത്താവിൻ്റെ ആ വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റാണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ വേദനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ അസ്വസ്ഥതകൾക്കൊക്കെ അത്ര പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അവൻ തന്നെ ആ വാഗ്ദാനം നമ്മൾ മറന്നുപോകും. ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പേജ് മുമ്പോട്ട് മറിച്ചേ. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഉറക്കെ വായിക്കാവോ? പുറപ്പാട് 6:9 ഉറക്കെ വായിച്ചേ. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യതയും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് അവിടെ പറയുന്നുണ്ട് മോശയിലൂടെ, ഞാൻ കർത്താവാണ്. ഐ ആം ദ ലോർഡ്. ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ അവരുടെ സങ്കടങ്ങൾ കാരണം, അവരുടെ വേദനകൾ കാരണം കർത്താവ് പറഞ്ഞ ഈ വാക്ക് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മോശയോട് കൊടുത്ത വാഗ്ദാനം, ഞാനാണ്, ഞാൻ ആകുന്നവനാകുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ ഈ ആരാധനാലയത്തിൽ വെച്ച് ഈ ധ്യാനം കൂടുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ആ ദൈവത്തെ ഉണ്ട്. ഈശോ ആ വാഗ്ദാനം സത്യമാണെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്നിറങ്ങി വസിച്ചു. അവനൊരു പേര് സ്വർഗം നിർദ്ദേശിച്ചു. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മുടെ കൂടെ. ആ പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈശോ വന്നത്. ആ ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം എടുക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ വലിയൊരു പഴയ നിയമത്തെ മുഴുവനും കൂടെ ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്ന, ഒരു വാക്യത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വാക്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം 24-ാം വാക്യം. നിങ്ങൾ കിട്ടിയോ? യോഹന്നാൻ 8:24. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ
നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ, ഐ ആം ഹൂ ഐ ആം എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ, നമ്മൾ അവൻ്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ, ആ ദൈവം ഈശോ നിന്റെ കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അന്ന് സംസാരിച്ച അതേ ദൈവം ഇന്ന് ഈ ആലയത്തിൽ വെച്ച് എന്നോടും സംസാരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ.